നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് ഉത്തരവ്. പാലക്കാട് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത മുൻ കായിക അധ്യാപകർക്കെതിരെ കൂടുതൽ പരാതികൾ. കാസർഗോഡ് ലോഡ്ജ് മുറിയിൽ യുവാവിനെ ആക്രമിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. ഈ വാർത്തകളാണ് സ്പോട്ട് ലൈവ് പ്രധാനമായും പരിശോധിക്കുന്നത്. ആദ്യം ബിജു രാധാകൃഷ്ണനെതിരായിട്ടുള്ള വാർത്തയിലേക്കാണ്. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന സോളാർ കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കാനാണ് നിർദ്ദേശം. മലപ്പുറം സ്വദേശിയായ റിൻഷാദിന്റെ പരാതിയിലാണ് നടപടി. റിൻഷാദ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ബിജുവിൻ്റെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ദുരൂഹമാണെന്ന് കണ്ടെത്തുകയുമുണ്ടായി. ഈ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സമഗ്രമായ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ന്യൂസ് 18 ബിഗ് ഇമ്പാക്റ്റ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനീഷ്, ഈ സോളാർ തട്ടിപ്പ് കേസിന് ശേഷം കുറച്ചുനാൾ ബിജു രാധാകൃഷ്ണനെക്കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. അനീഷിൻ്റെ അന്വേഷണത്തിലാണ് ഇപ്പോൾ പുതിയ തട്ടിപ്പുമായി, അതായത് CSR ഫണ്ട് തട്ടിപ്പുമായി ബിജു രാധാകൃഷ്ണൻ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു, സജീവമായിരിക്കുന്നു എന്ന വിവരങ്ങൾ നമ്മൾ ഞെട്ടലോടെ കേട്ടത്. നിരവധി ആളുകൾ ഇയാളുടെ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ തട്ടിപ്പ് ഒരു ചെറിയ രീതിയിലുള്ള, അതായത് കുറച്ച് ആളുകൾ മാത്രമാണ് ഇതിന് ഇരകളായിട്ടുള്ളതെന്നാണ് നമ്മൾ തോന്നിയിരുന്നെങ്കിൽ, പക്ഷേ ഇതിന് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ്, അനീഷ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൻ്റെ പിന്നാലെ പോയപ്പോഴാണ് കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടെന്ന് വ്യക്തമായത്. നിലവിൽ റിൻഷാദിൻ്റെ പരാതിയിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. രഹസ്യാന്വേഷണ വിഭാഗവും ഇതുമായി ബന്ധപ്പെട്ട ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. ഇത് ആർക്കാണ് അന്വേഷണ ചുമതല? എന്താണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്? ടോം, ദിവസങ്ങൾ നീണ്ടുനിന്ന അന്വേഷണമാണ് നമ്മൾ ഈ ബിജു രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ട് നടത്തിയത്. സോളാർ തട്ടിപ്പ് കേസിലെ പ്രതി ഈ തട്ടിപ്പ് കേസ് സജീവമായി നിന്ന് വർഷങ്ങൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് ഇറങ്ങാൻ നമ്മളെ പ്രേരിപ്പിച്ചത്. അപ്പോഴാണ് ബിജു രാധാകൃഷ്ണൻ്റെ ഉടമസ്ഥയിൽ കൊച്ചി നഗരത്തിൽ മാത്രം 4 ഇടത്ത് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു എന്ന വിവരം ലഭിച്ചത്. ഈ ഓഫീസുകളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ അകത്തും പുറത്തുനിന്നുമൊക്കെയുള്ള നിരവധി ആളുകൾ വന്നു പോകുന്നു. ഇവരൊക്കെ ഈ സന്നദ്ധ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളാണ് പതിവായി വന്നു പോയിരുന്നത് എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നീടാണ് ഈ സന്നദ്ധ സംഘടനകളെ ഈ ഓഫീസിലേക്ക് വരുത്തിയ ശേഷം അവർക്ക് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, അതായത് CSR, ഈ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ട് എന്ന പേരിൽ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ചെലവഴിക്കേണ്ട തുക, അത് വൻതോതിൽ 1000 കോടിയും 2000 കോടിയും ഒക്കെ വാങ്ങി നൽകാം എന്ന വ്യാജേന ഈ പല സന്നദ്ധ സ്ഥാപനങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പണം, ഈ 1 കോടി രൂപയും 1.5 കോടി രൂപയും ഒക്കെ ബിജു രാധാകൃഷ്ണൻ നൽകിയ ആളുകളുമുണ്ട്. അങ്ങനെ പലരിൽ നിന്നും പണം വാങ്ങിയെടുക്കുകയും, എന്നാൽ പണം വാങ്ങിയ ശേഷം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ CSR ഫണ്ട് അനുവദിക്കുന്നത് വൈകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റ് സാങ്കേതിക തടസ്സം എന്നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഫണ്ട് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. പലരും ഈ വലിയ സംഘടനകളുടെ കീഴിലൊക്കെയാണ്, അവിടെ നിന്നാണ് പണം നൽകുന്നുകൊണ്ട് ഈ പണം നഷ്ടപ്പെട്ട വിവരം പുറത്തേക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥ. അതായത് ഈ സംഘടനയുടെ സൽപ്പേരിനെ ബാധിക്കും, അല്ലെങ്കിൽ സർക്കാർ തലത്തിലുള്ള മറ്റെന്തെങ്കിലും അന്വേഷണങ്ങൾ വരും, അല്ലെങ്കിൽ ഇവർക്ക് സഹായം നൽകിയ ആളുകൾ ഒരു ചോദ്യചിഹ്നമായി ഇവരുടെ മുന്നിലേക്ക് വരുമ്പോൾ എന്ത് മറുപടി നൽകും എന്നിങ്ങനെയുള്ള പലവിധ കാര്യങ്ങളാൽ പരാതിക്കാർ പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്ലീനായ തട്ടിപ്പുമായി ബിജു രാധാകൃഷ്ണൻ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. നമ്മൾ പല ചാരിറ്റബിൾ ട്രസ്റ്റുകളെയും സംഘടിപ്പിച്ച് ബിജുവിൻ്റെ ഓഫീസിൽ കടന്നു. അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചു. ഏറ്റവും ഒടുവിലാണ് ബിജു രാധാകൃഷ്ണൻ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു രൂപം. കാരണം പഴയ ഈ സോളാർ കേസ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ആകെപ്പാടെ വശക്കെട്ടുപോയ ഒരു ആൾ എന്നതിനപ്പുറം വലിയൊരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന പരിവേക്ഷണത്തിലേക്ക് ബിജു മാറുന്നു. മാന്യമായ വസ്ത്രധാരണം, മുടിയുടെ സ്റ്റൈലൊക്കെ മാറുന്നു. ആഡംബര വാഹനങ്ങളിലുള്ള യാത്ര, വലിയ കോർപ്പറേറ്റ് ഓഫീസുകളെ വെല്ലുന്ന തരത്തിലുള്ള ഓഫീസുകൾ. എങ്ങനെ ഈ തരത്തിലാണ് ബിജു
ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു പദ്ധതി, ഒരു ആശുപത്രി, ഒരു ഓർഗാനിക് ഫാം തുടങ്ങിയ പദ്ധതികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ വലിയ കാര്യങ്ങളാണ് പറയുന്നത്. വർഷങ്ങളോളം ജയിലിൽ കഴിഞ്ഞ ആൾ എന്നോട് പറയുന്നത് താൻ മാഞ്ചസ്റ്ററിലെ NHF ഓഫീസിലെ CEO ആയിരുന്നു. അവിടെ നിന്നും അടുത്ത കാലത്താണ് കേരളത്തിലേക്ക് വന്നതെന്ന് പറയുന്നു. അമൃത ആശുപത്രിയുടെ ഫരീദാബാദിലെ ആശുപത്രി നിർമ്മിച്ച് നൽകിയത് താനാണ്. അതിൻ്റെ ഫണ്ടിങ് മുഴുവൻ നടപ്പിലാക്കിയത് താനാണ്. പട്ടികജാതി വികസന രംഗത്ത് സർക്കാരിന് ഫണ്ട് ചെലവഴിക്കാൻ ഇല്ല. അതുകൊണ്ട് ഫണ്ടിൻ്റെ അപര്യാപ്തത വന്നപ്പോൾ ഈ ഗോത്ര മേഖലയിലെ പദ്ധതികൾ നടപ്പിലാക്കുന്നത് താനാണ്. ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ പറയുകയും വലിയ പദ്ധതികളിൽ വേണ്ടി ഇറങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യഘട്ട നടപടികളൊക്കെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. ഈ വാർത്ത നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് പരാതിക്കാർ പുറത്തു വന്നു തുടങ്ങിയത്. ഇതിൽ ഏറ്റവും പ്രധാനം നിലമ്പൂർ സ്വദേശിയായ കൊച്ചിയിൽ ബിസിനസ് ചെയ്യുന്ന റിൻഷാദ് എന്നയാൾ ആണ് പരാതിയുമായി രംഗത്ത് വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. തുടർന്ന് കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ സംബന്ധിച്ച് പലതവണ ആശയവിനിമയങ്ങൾ നടത്തി, മൊഴി നൽകുന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലും ഒരു അന്വേഷണം എന്ന രീതിയിലേക്ക് ആ കാര്യങ്ങൾ എത്തിയിരുന്നില്ല. അദ്ദേഹം ഒരു CMB കോടതിയിൽ ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ബിജു രാധാകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് CMB ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ സമാന്തരമായി തന്നെ രഹസ്യാന്വേഷണ വിഭാഗം ഇതേക്കുറിച്ചുള്ള പ്രാഥമിക ഒരു വിവരശേഖരണം നടത്തിയിരുന്നു. നമ്മളോടക്കം വിവരങ്ങൾ ആരാഞ്ഞു, പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞു. ഏലിയാസ് എന്ന അങ്കമാലി സ്വദേശിയായ മറ്റൊരു യുവാവ് കൂടി ബിജുവിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇവരോടൊക്കെ ആശയവിനിമയം നടത്തിയ ശേഷം വളരെ വിശദമായ റിപ്പോർട്ട് തന്നെ മുകൾ തട്ടിലേക്ക് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിക്ക് റിൻഷാദ് നൽകിയ പരാതി പോലീസിന് കൈമാറിയിരുന്നു. ആ പരാതിയിലാണ് DGP ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ദക്ഷിണ മേഖല IG-ക്കാണ് ഈ പരാതി കൈമാറിയിരിക്കുന്നതെന്ന് ആ ഉത്തരവിൽ പറയുന്നു. DYSP റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അന്വേഷിച്ച് അനന്തര നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന ഒരു ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമഗ്രമായൊരു അന്വേഷണം വരും. സാധാരണ തലത്തിലുള്ള ഒരു പോലീസ് സ്റ്റേഷൻ തലത്തിലെ SHO നിലവിലുള്ള അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു അന്വേഷണമല്ല, മറിച്ച് ഒരു DYSP റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ അതീവ ഗൗരവത്തോടുകൂടി സർക്കാർ ഇതിനെ കാണുന്നുവെന്ന് മനസ്സിലാക്കണം. എന്തായാലും നമ്മൾ വാർത്ത വിട്ട് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നര ആഴ്ച കഴിയുമ്പോൾ തന്നെ ഇക്കാര്യത്തിലൊരു അർഹിക്കുന്ന ഗൗരവത്തോടുകൂടിയുള്ള അന്വേഷണത്തിന് സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം എന്തായാലും News 18 വാർത്തയെ തുടർന്നാണ് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. DYSP റാങ്കിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. എങ്ങനെയാണ് ബിജു രാധാകൃഷ്ണൻ ഈ തട്ടിപ്പ് നടത്തിയത്? ആരൊക്കെയാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്? പല ഉന്നതർക്കും ഇതിൽ ബന്ധമുണ്ടോ? നേരത്തെ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, ഒരു അഭിഭാഷകയ്ക്കൊക്കെ ഈ തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് സംബന്ധിച്ചുള്ള ചില സൂചനകൾ ലഭിച്ചിരുന്നു. എന്തായാലും അനീഷ് നടത്തിയ അന്വേഷണം അതിനെ തുടർന്നാണ്, ആ വാർത്തയെ തുടർന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത്? ആളുകളെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത് എന്ന് കാണാം അനീഷിൻ്റെ റിപ്പോർട്ടിലേക്ക്. UK-യിൽ നിന്നും മടങ്ങിയെത്തിയ ഉന്നതൻ, സഹോദരി ബാങ്ക് മാനേജർ, സഹോദരി ഭർത്താവ് ആദായനികുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥൻ. ഈ വിലാസങ്ങൾക്ക് പിന്നിൽ മറഞ്ഞിരുന്ന കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയെ ആരും തിരിച്ചറിഞ്ഞില്ല. സന്നദ്ധ സംഘടനകൾക്ക് CSR ഫണ്ട് നൽകാനെന്ന പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരിൽ ഒരാളായ ബിജു രാധാകൃഷ്ണൻ നടത്തിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന കഥകളാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായ സോളാർ കേസിലെ മുഖ്യപ്രതി എവിടെന്ന അന്വേഷണമാണ് ഞങ്ങളെ കൊച്ചി കാക്കനാടുള്ള മെറിഡിയൻ എന്ന സ്ഥാപനത്തിലെത്തിച്ചത്. സന്നദ്ധ സ്ഥാപനങ്ങൾക്ക് വൻകിട കോർപ്പറേറ്റുകളിൽ നിന്നും സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടെന്ന CSR തരപ്പെടുത്തി നൽകാമെന്ന പേരിൽ കോടികൾ തട്ടിയെടുക്കലാണ് ബിജുവിന്റെ പുതിയ ബിസിനസ്. വെറുമൊരു തട്ടിപ്പല്ല ബിജു രാധാകൃഷ്ണൻ നടത്തിയത്. രോഗികളുടെയും ആലംബഹീനരുടെയും കണ്ണീരൊപ്പുന്ന സന്നദ്ധ സംഘടനകളുടെ വിശ്വാസ്യതയാണ് മുതലെടുത്തത്. ബിജുവിന്റെ മോഹനസുന്ദര വാഗ്ദാനങ്ങളിൽ പലരും വീണുപോയി എന്നതാണ് വാസ്തവം. സോളാർ തട്ടിപ്പ് കാലത്തെ ഡോക്ടർ RB നായർ എന്ന പേരും യഥാർത്ഥ പേരായ ബിജു രാധാകൃഷ്ണനും മാറ്റി ബിജു ജോർജ്, ബിജു വർഗീസ്, ബിജു പൗലോസ് എന്നീ പേരുകളിലാണ് ബിജു ഇരകളെ വീഴ്ത്തുന്നത്. പേരിലെ മാറ്റം ഓഫീസിലുമുണ്ട്. ഓഫീസിൽ നിറഞ്ഞു നിൽക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ചിഹ്നങ്ങളുമാണ്. ഭാര്യയെ കൊന്ന കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്ന ബിജുവിനായി സുപ്രീം കോടതിയിൽ വാദിച്ച് കുറ്റവിമുക്തനാക്കിയ
കൊച്ചിയിലെ വനിതാ അഭിഭാഷകയുടെ പേരിലുള്ള ആഡംബര കാറാണ് ബിജു ഉപയോഗിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് 1000 കോടിയോളം ചെലവ് വരുന്ന ജൈവ കൃഷി പദ്ധതിയുമായി ബന്ധപ്പെട്ട CSR ഫണ്ടിനായാണ് ഞങ്ങൾ ട്രസ്റ്റ് ഭാരവാഹിയോടൊപ്പം ബിജുവിന്റെ ഓഫീസിലെത്തിയത്. ഏപ്രിൽ മാസത്തിനുള്ളിൽ 1500 കോടി രൂപ തരപ്പെടുത്തി നൽകാമെന്ന് ബിജുവിന്റെ ഉറപ്പ്. ലഭിക്കുന്ന പണത്തിന്റെ 60% തുക മാത്രം പദ്ധതിക്കായി ചെലവഴിച്ചാൽ മതിയാകും. ബാക്കി ട്രസ്റ്റിനും ഒരു വിഹിതം തനിക്കും. അന്നേരം ഞാൻ പറയുന്നത്, നിങ്ങൾ 1 കോടി രൂപ കിട്ടുന്നോ, 10 ലക്ഷം രൂപ നിങ്ങൾ മാറ്റിക്കോ, അല്ലെങ്കിൽ 15 ലക്ഷം രൂപ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാറ്റിക്കോ, ബാക്കിയുള്ളത് ചെലവഴിച്ചാൽ മതി. നിങ്ങൾ ഒരു 60% ചെലവഴിച്ചാൽ മതി, ബാക്കിയുള്ളത് നിങ്ങൾ മാറ്റിക്കോ, ഞാൻ നോക്കിക്കോളാം. അതിനുള്ള ധൈര്യം ഇരിക്കണ്ട്. പക്ഷെ അറിയാതെ പിന്നെ 60% കൂടെ മാറ്റരുത്. അത് മാത്രമേ നിങ്ങൾ ബാക്കിയുള്ള മാറ്റിക്കോ, മാറ്റിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് വർക്ക് ചെയ്യും. അമൃതാനന്ദമയി മഠം അടുത്തിടെ ഉത്തർപ്രദേശിലെ ഫരീദാബാദിൽ ആരംഭിച്ച ആശുപത്രിക്ക് പണം ലഭ്യമാക്കിയത് താനാണ്. കേരളത്തിനകത്തും രാജ്യത്തെ വിവിധയിടങ്ങളിലുമായി 10ലധികം മെഡിക്കൽ കോളേജുകൾ തന്റെ ഫണ്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കാരണം മെഡിക്കൽ കോളേജ് ആണെങ്കിൽ 1500 കോടി രൂപ ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ 1000 കോടി രൂപ ക്ലെയിം ചെയ്യാം. ഒരു ഹൗസിംഗ് ഡെവലപ്മെന്റ് പ്രോജക്റ്റിന് നമുക്ക് 1000 കോടി രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. അന്നേരം അതിൽ നമുക്ക് കുറയും. കാരണം നമുക്കതിൽ ബ്രേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു 40% 30% ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ 50% ബ്രേക്കപ്പ് ചെയ്യാം. അന്നേരം 1500 കോടി രൂപയാണ് ഒരു പ്രൊജക്ട് കോസ്റ്റ്. സാധാരണ അമൃത ഫരീദാബാദ് ഞാൻ ചെയ്തു തീർത്തപ്പം ടോട്ടൽ പ്രൊജക്ട് കോസ്റ്റ് മാത്രം 4700 കോടി രൂപ വന്നു. പുതിയ അമൃതയുടെ ഫരീദാബാദ് എന്റെ പ്രൊജക്ട് ആണല്ലേ. 2800 ബെഡാണ് പ്രോജക്റ്റ്. കർണാടകത്തിൽ നിരവധി ഗ്രാമങ്ങളെയാണ് താൻ ദത്തെടുത്ത് വികസന പാതയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 3000 പശുക്കളെ വളർത്തുന്ന ഗോശാല നടത്തുന്നു. ലിറ്റർ 1-ന് 1500 രൂപ നിരക്കിൽ ഗോമൂത്രം വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു. ഒരു വില്ലേജ് അഡോപ്റ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. മാഗഡി എന്ന് പറഞ്ഞൊരു വില്ലേജ് കർണാടക മൊത്തം അഡോപ്റ്റ് ചെയ്ത് ഞങ്ങൾ 200 വീടാണ് സാങ്ഷൻ ചെയ്ത് ഫണ്ട് കൊടുത്തു. ഫണ്ട് ട്രാൻസ്ഫർ ആയി, വർക്ക് സ്റ്റാർട്ടായി. അന്നേരം അത് ഒന്ന് വെരിഫൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബന്ദിപ്പൂർ, അത് ട്രൈബൽ വില്ലേജാണ്, അത് ഞങ്ങൾ ഏറ്റെടുത്തു. അതിൽ മേൽക്കാമനഹള്ളി എന്ന് പറഞ്ഞൊരു വില്ലേജ് കംപ്ലീറ്റ് ഏറ്റെടുത്തു. ആദിവാസി മേഖലയിലെ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് ചെയ്യുന്നതും തന്റെ സ്ഥാപനമാണ്. ആദിവാസി മേഖലയിൽ നിന്നും IAS നേടിയ ശ്രീധന്യടക്കം നിരവധി പേർക്ക് ജോലി നേടാൻ സഹായിച്ചു. ഈ ഗ്രൂപ്പിൽപ്പെട്ടാണ് ശ്രീധന്യ സുരേഷ് ഒക്കെ IAS ഞങ്ങളുടെ സ്റ്റുഡൻസാണ്, ഗോത്രകരണത്തിന്റെ സ്റ്റുഡൻസാണ്. ശ്രീധന്യ സുരേഷ് IAS ഇവരൊക്കെ ഞങ്ങളുടെ പഠനം ഞങ്ങളുടെ പൈസ കൊണ്ട് പഠിച്ചു വന്ന ആൾക്കാരാണ്. അത് പറയുമ്പോൾ ഒരു അഭിമാനമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഭയങ്കര വാർത്തയായി മാറിയതല്ലേ. ഭയങ്കര വാർത്തയാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്നാണ്. കേരള ഗവൺമെന്റ് പദ്ധതിയായിരുന്നു ഗോത്രകരണം. പക്ഷെ ഗവൺമെന്റിന് ഫണ്ടില്ല. അത് നടപ്പാക്കാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനെയും വിമുക്തിയെ അവരേൽപ്പിച്ചു, സോഷ്യൽ. പക്ഷെ ഇവരുടെ ഫണ്ട് കൊടുക്കാനായിട്ട് ആളില്ല. അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ NHF ആണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാവർക്കും. കേന്ദ്ര സർക്കാരും BJP നേതാക്കളുമായും അടുത്ത ബന്ധമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നു. സംസ്ഥാന സർക്കാരിനെ കുറിച്ച് മതിപ്പില്ല. BJPയുമായിട്ട് ഏറ്റവും കൂടുതൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. യോഗി ആദിത്യനാഥിന്റെ എല്ലാ പ്രൊജക്റ്റും ചെയ്യുന്ന നമ്മളാണ്. ഉത്തർപ്രദേശിലെ എല്ലാ പ്രൊജക്റ്റും നമ്മളാണ്. ട്രൈബൽ സെഗ്മെന്റ് കംപ്ലീറ്റ് നമ്മളാണ് ചെയ്യുന്നത്. കേന്ദ്ര ഗവൺമെന്റുമായിട്ടാണ് ഞങ്ങൾക്ക് കൂടുതൽ ബന്ധം. കേരള ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം അങ്ങോട്ടേക്ക് കൊടുക്കണം എന്നല്ലാതെ ഇങ്ങോട്ടേക്കൊന്നുമില്ല. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ലാഭമുണ്ട്. ഒരു മെഡിക്കൽ കോളേജിന്റെ പ്രൊജക്ട് ചെയ്യണമെങ്കിൽ 1500 കോടി രൂപ മിനിമം വേണം തുടങ്ങണമെങ്കിൽ. അതായത് ഒരു ബെഡിന് 3 കോടി രൂപ എന്നുള്ളതാണ് കാൽക്കുലേഷൻ വരിക. അതായത് ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുണ്ടെങ്കിൽ 500 ബെഡ് മിനിമം ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണം. 25 ഏക്കർ സ്ഥലം വേണം. അന്നേരം ഈ ഒരു ഫിഗറിൽ 1500 കോടി രൂപ വേണമെങ്കിൽ നമ്മൾ ഫോറിനിൽ നിന്ന് വെളിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഫണ്ട് 3000 കോടി രൂപയാണ്. അതിൽ 1500 കോടി രൂപ ഭരിക്കുന്ന കക്ഷിക്ക് പോകും, ഞങ്ങൾക്ക് കിട്ടും. അങ്ങനെയാണ്. ബാക്കിയുള്ള 1500 കോടി രൂപ മെഡിക്കൽ കോളേജ് ചെയ്യും. ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് എന്ന് പറയേണ്ട കാര്യമില്ല. കൊല്ലം സ്വദേശിയായ ബിജു ആലപ്പുഴക്കാരനെന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത്. സോളാർ കേസിലും ഭാര്യയെ കൊന്ന കുറ്റത്തിനുമായി വർഷങ്ങളോളം ജയിലിലായിരുന്ന കുറ്റവാളി അവകാശപ്പെടുന്നത് താൻ 15 വർഷത്തെ UK ജീവിതം അവസാനിപ്പിച്ച് അടുത്തിടെയാണ് കേരളത്തിലേക്ക് മടങ്ങിയതെന്നാണ്. സഹോദരി ആലപ്പുഴ മുല്ലക്കൽ SBയിലെ മാനേജരും സഹോദരി ഭർത്താവ് ആദായ നികുതി വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനുമാണ്. ഇപ്പം ഞാൻ UK-യിൽ 15 വർഷം ഞാൻ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത്.
അന്നേരം ഇന്റർനാഷണൽ മാർക്കറ്റിൽ കിടന്ന് കളിച്ചത് കൊണ്ട് ഞാൻ ഈ NHF തന്നെ യു കെയിൽ CEO ആയിരുന്നു, മാഞ്ചസ്റ്റർ CEO ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതിപ്പോ സൗത്ത് CEO ആണ് ഞാൻ ഇതിന്റെ 4 സ്റ്റേറ്റിന്റെ ചാർജുണ്ട്. കർണാടക, ആന്ധ്ര, തമിഴ്നാട്, കേരളം 4 ഞാനാണ് ഡീൽ ചെയ്യുന്നത്. എന്റെ പേരുകളും ആലപ്പുഴയാണ്, കാരണം ചേച്ചിയൊക്കെ ആലപ്പുഴ, എന്റെ പെങ്ങളൊക്കെ ആലപ്പുഴ, മുല്ലയ്ക്കല്ല. ഇപ്പൊ അളിയന്റെ കാര്യമാണെങ്കിൽ ഇതൊക്കെ കറങ്ങിയാൽ പുള്ളി കമ്മീഷണറാണ്, ഇൻകം ടാക്സിന്റെ കമ്മീഷണറാണ്. ഇപ്പൊ ആലപ്പുഴ, ഇപ്പൊ കൊച്ചിയിലേക്ക് വരിക കമ്മീഷണറാണ്, CIT ആണ്, കമ്മീഷണർ ഇൻകം ടാക്സ് ആണ്. പേര് ശ്രീകുമാർ. എന്റെ ബ്രദറിലോ വന്നിട്ട് അങ്ങനെ ആലപ്പുഴ ഉണ്ടായി. പിന്നെ എന്റെ സിസ്റ്റർ അവിടെ SBIയിലായിരുന്നു, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. അവിടെ മുല്ലയ്ക്കൽ ബ്രാഞ്ചിൽ തന്നെയായിരുന്നു, ഇപ്പൊ സീനിയർ മാനേജറാണ്. അന്നേരം ഈ ആലപ്പുഴ എന്ന് പറയുന്നത് നമ്മളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നായി നിരവധി സംഘടനകളാണ് സ്ഥാപനത്തിലെത്തുന്നത്. പ്രോജക്റ്റ് തയ്യാറാക്കൽ എന്ന പേരിൽ 2.5 ലക്ഷം രൂപ ആദ്യം കൈവശപ്പെടുത്തും. ലഭിക്കാൻ പോകുന്ന CSR ഫണ്ടിന്റെ കമ്മീഷൻ എന്ന പേരിൽ പലപ്പോഴായി ലക്ഷങ്ങൾ സ്വന്തമാക്കിയാണ് ഇയാളുടെ പ്രവർത്തന രീതി. കർണാടകയിലെ മാഗടി വില്ലേജും മറ്റേ സുമംഗലി സേവാ ആശ്രമം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ 1975 സ്ഥാപിതമായ NGO ആണ്. അവർക്ക് സ്കൂളും കോളേജും മെഡിക്കൽ സെന്ററും എല്ലാം ഉണ്ട്. അത് ഞങ്ങളുടെ അണ്ടറില്ല. കുറെ കാലം കൊണ്ട് ഞങ്ങളാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും വലിയ NGOസിൽ ഒന്നാണ് സുമംഗലി സേവാസ്. അമ്മ തന്നെ മാതാജി എന്ന് ഒരു മാതാജി, KG സുശീല അമ്മ എന്ന് പറഞ്ഞ മാതാജിയാണ് അതിന്റെ ട്രസ്റ്റി. ദീമാപൂർ നമ്മളിപ്പോ പുതിയ പ്രൊജക്ട് അതിന്റെ ആളെ വിളിച്ചു, ഒരു മിനിസ്റ്റർക്ക് വേണ്ടിയാണ്. അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിനും ഹെൽത്ത് മിനിസ്റ്റർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇപ്പൊ തന്നെ February 3 അവസാനിക്കുന്ന ഒരു ഫണ്ടിങ് സ്കീമുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾ ത്രൂവിൽ തന്നെ ചെയ്യാം. ജർമ്മൻ എംബസിയുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് ഒരു DAP പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. സ്മോൾ ഫണ്ട്സ് അല്ലേ? അത്ര, അതായത് മാസം 5 ലക്ഷം വെച്ച് കൊടുത്തോണ്ടിരിക്കും 2 വർഷത്തേക്ക്. 5 ലക്ഷം വെച്ച്. നേരത്തെ ജർമ്മൻ എംബസിയൊക്കെ 2 lakhs മാത്രം കൊടുക്കുന്നുള്ളൂ. 5 lakhs ആയി. 5 lakhs വെച്ച് ഓരോ മാസം കൊടുക്കും. അത് DAP ആണ്. ഞങ്ങൾക്ക് കുറെ വർഷം മുന്നേ നെതർലൻഡ് എംബസിയിൽ ഒരു ചെറിയ ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ആണോ? അല്ല, അത് കുറച്ച് കുഴപ്പമില്ലായിരുന്നു. ഒരിക്കൽ 8 ലക്ഷം കിട്ടി, പിന്നെ 13 ലക്ഷം കിട്ടി. ആണോ? ബെനിഫിറ്റിയിൽ നിങ്ങളുണ്ടോ? ഇല്ല, ബെനിഫിറ്റിയിലൊക്കെ നമുക്ക് ഇവരെ ഇൻക്ലൂഡ് ചെയ്യാം. ബെനിഫിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മാസം ആഴ്ച ഫണ്ട് കയറും. 2 ലക്ഷം 3 ലക്ഷം കേൾക്കേണ്ടിയിരിക്കും. അതൊക്കെ ഞങ്ങളുടെ ഓർഗനൈസേഷനാണ് ബെനിഫിറ്റ്. തൃശൂർ ജില്ലയിലെ പ്രശസ്തരായ ഒരു വൈദികന് 1 കോടി രൂപയോളം നഷ്ടപ്പെട്ടതായാണ് വിവരം. വൃക്ക രോഗികൾക്കായുള്ള വൻകിട ഡയാലിസിസ് സെന്റർ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിക്കാമെന്ന വ്യാജനയായിരുന്നു തട്ടിപ്പ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സന്നദ്ധ സംഘടനകൾക്ക് ഇത്തരത്തിൽ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പദ്ധതിക്കായി സമീപിച്ചാൽ പല തവണകളിലായി കറൻസി നോട്ടുകളായാണ് പണം കൈപ്പറ്റുന്നത്. പണം വാങ്ങിയതിന് രസീതോ രേഖയോ നൽകാറുമില്ല. രേഖകളില്ലാതെ പണം കൈമാറിയതിനാൽ രേഖാമൂലം പരാതി നൽകാനാവാത്ത അവസ്ഥയിലാണ് ബിജുവുമായി ഇടപാട് നടത്തിയ സംഘടനകൾ. കോടികളുടെ CSR ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ പണം നൽകിയവരും തട്ടിപ്പിനിരയായവരിൽ ഉണ്ട്. തട്ടിപ്പ് പുറത്തറിഞ്ഞാൽ സംഘടനയുടെ മുഖം നഷ്ടമാവുകയും ലഭിച്ചുവരുന്ന സഹായങ്ങൾ നിലയ്ക്കുമെന്ന ഭയത്താൽ തട്ടിപ്പിനിരയായത് പുറത്തു പറയാൻ മടിക്കുന്നവരും പണം നഷ്ടമായവരിൽ ഉണ്ട്. തട്ടിപ്പിനിരയായവർ നിയമത്തിന് മുന്നിൽ വരാൻ ഭയക്കുകയാണ്. നൽകിയ പണത്തിന് രേഖകളില്ല. പരാതി പുറത്തു നൽകിയാൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന പേരുദോഷം വേറെ. ഈ നിശബ്ദതയാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാകുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ്. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, News 18. അനീഷ് കുമാറിലേക്ക്. അനീഷ് സൂചിപ്പിച്ചതുപോലെ ഈ പലരും പരാതിയുമായി മുന്നോട്ട് വരാത്തതാണ് ബിജു രാധാകൃഷ്ണനെ പോലെയുള്ളവർക്ക് തട്ടിപ്പ് വീണ്ടും നടത്താൻ സാഹചര്യം ഒരുങ്ങുന്നത്. ഇവിടെ റിൻഷാദ് മാത്രമാണ് ഇതുവരെയും പരാതിയുമായി പോലീസിനെ, മുഖ്യമന്ത്രിയെ സമീപിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വന്നിരിക്കുന്നു. ഒരു അന്വേഷണവുമായി പുതിയൊരു സംഘം വരുമ്പോൾ അന്വേഷണ സംഘം ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്താനുള്ള സാധ്യതയുണ്ടോ? ഇതിലൊരു കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരിക?
ടോം, നേരത്തെ മുതൽ തന്നെ നമ്മൾ പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഈ ബിജു രാധാകൃഷ്ണൻ്റെ ഒരു ഓപ്പറേഷൻ്റെ ശൈലി കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നത് പരമാവധി രേഖകളില്ലാതെ ആളുകളിൽ നിന്നും പണം കൈപ്പറ്റുന്ന ഒരു രീതിയിലുള്ള തട്ടിപ്പാണ്. അതായത് പിന്നീട് പണം വേണമെന്ന് ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ മടക്കി നൽകണമെന്ന് ആവശ്യപ്പെട്ട് വന്നാലും എന്താണ് അതിന് രേഖയെന്ന് ചോദിക്കുന്ന തരത്തിലേക്കാണ് ഇയാളുടെ തട്ടിപ്പ് നടന്നത്. എന്തായാലും റിൻഷാദിനൊപ്പം എലിയാസ് എന്ന അങ്കമാലി സ്വദേശി അയാൾക്ക് ഏതാണ്ട് 1.5 കോടി രൂപയോളം ബിജു രാധാകൃഷ്ണൻ വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്. അയാളുടെ ചില സുഹൃത്തുക്കൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്കമാലി മേഖലയിലുള്ള ചില വൈദികർക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തായാലും ഇവരൊന്നും പ്രകടമായി പരാതിയുമായി പുറത്തു വരുന്നില്ല എങ്കിൽ പോലും പോലീസ് അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിച്ചു കഴിയുമ്പോൾ പോലീസിന് ഇക്കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി കടന്നു കയറാൻ കഴിയും. ഈ അക്കൗണ്ടുകൾ വഴി പണം നൽകിയ ചില ആളുകളുമുണ്ട്. പക്ഷേ അവർക്ക് തൽക്കാലം നിയമ നടപടികളിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ അത്തരക്കാരിലേക്കൊക്കെ അന്വേഷണം നീളേണ്ടി വരും. ഒപ്പം കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കർണാടകത്തിലും വലിയ തോതിൽ ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. തമിഴ്നാട്ടിൽ ചെന്നൈയിൽ ഒരു വലിയ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പോണ്ടിച്ചേരിയിലും കോയമ്പത്തൂരിലും അടക്കമുള്ള ഇടങ്ങളിൽ സമ്മിറ്റുകൾ, CSR സമ്മിറ്റുകൾ നടത്തിയാണ് ആളുകളെ അവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമൂഹത്തിൻ്റെ നാനാ ഇടങ്ങളിലുള്ള പ്രമുഖരായ ആളുകളൊക്കെ ഈ സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു. കോയമ്പത്തൂർ സമ്മിറ്റിൽ ഏതാണ്ട് 100-ലധികം സന്നദ്ധ സംഘടനകൾ, അതിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ, മെഡിക്കൽ കോളേജുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ, സ്കൂളുകൾ നടത്തുന്ന ട്രസ്റ്റുകൾ എന്നിങ്ങനെ നിരവധി ആയ ആളുകൾ അവിടെ എത്തിയിരുന്നു. അവരിൽ പലരുമായും നമ്മൾ ബന്ധപ്പെടാനൊക്കെ ശ്രമിക്കുകയും ചെയ്തു. കുറച്ച് പേർ പണം നൽകിയിട്ടുണ്ട്, കുറച്ച് പേർ പണം നൽകാത്തവരുണ്ട്. നിരവധി പദ്ധതികൾക്കായി പണം നൽകിയിട്ടും മാസങ്ങളോളം ഒരു തുടർ കാര്യങ്ങൾ നടക്കാത്ത ആളുകളുമുണ്ട്. അത്തരം ചില ആളുകളെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. അവർ നമ്മളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു. കേരളത്തിലേക്ക് എത്തും എന്ന് വരെ അറിയിച്ചുവെങ്കിലും പിന്നീട് അവരെ ഒന്നും ഫോണിൽ ലഭ്യമാവാത്ത ഒരു സാഹചര്യം. ഒരുപക്ഷെ ബിജു രാധാകൃഷ്ണനും കൂട്ടാളികളും അവരെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് പണം നൽകുകയോ അല്ലെങ്കിൽ മറ്റു ചില ഭീഷണികളൊക്കെ ചെലുത്തി അവരെ പിൻവലിപ്പിക്കാനുള്ള ശ്രമം നടക്കുവാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പോൾ ഈ പരാതിയുമായി മുന്നോട്ട് വരുന്ന റിൻഷാദിനെതിരെ പോലും വലിയ ഭീഷണികൾ മുഴക്കുന്നുണ്ട്. നേരത്തെയും ആദ്യഘട്ടത്തിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാൻ ഒരുങ്ങിയപ്പോൾ തന്നെ ഈ ബിജുവിൻ്റെ ഒപ്പമുള്ള അഭിഭാഷക വലിയ തോതിലുള്ള ഭീഷണി മുഴക്കിയിരുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ടതാണ് ഈ അഭിഭാഷകയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇടപെടൽ. അവരെങ്ങനെയാണ് ഈ സാക്ഷികളെ അല്ലെങ്കിൽ ഈ പരാതി നൽകാൻ ഒരുങ്ങുന്നവരെ ഭീഷണിപ്പെടുത്തുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് പരാതികൾ ഇനി ഔദ്യോഗികമായി നൽകിയില്ലെങ്കിൽ പോലും പോലീസ് അന്വേഷണത്തിൻ്റെ പരിധിയിലേക്ക് ഈ കാര്യങ്ങൾ വരും. ഈ NHF-മായി ഇടപാടുകൾ നടത്തുന്നവരുടെ രേഖകൾ ഈ സ്ഥാപനം നൽകേണ്ടി വരും. ഒപ്പം വീഡിയോ ദൃശ്യങ്ങളും ഒപ്പം ഫോട്ടോയും ഒക്കെ ഉണ്ട് ഈ നടത്തിയ സമ്മിറ്റുകളുമായി ബന്ധപ്പെട്ട്. ഈ സമ്മിറ്റിൽ ഏതൊക്കെ ആളുകളാണ് പങ്കെടുത്തത്, എത്ര ട്രസ്റ്റുകളുണ്ടായിരുന്നു, സമൂഹത്തിലെ വലിയ ഉന്നതരായ വ്യക്തികൾ എങ്ങനെ ഈ സമ്മിറ്റിലേക്ക് എത്തിപ്പെട്ടു എന്നടക്കമുള്ള. അനീഷ്, ഇവിടെ ഈ ബിജു രാധാകൃഷ്ണൻ്റെ തട്ടിപ്പിന് ആരൊക്കെയാണ് കൂട്ടുനിന്നത്? ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും അതോടൊപ്പം ഒരു അഭിഭാഷക, ഹൈക്കോടതി അഭിഭാഷകയും ഇയാൾക്കൊപ്പം ഉണ്ട്. ഈ തട്ടിപ്പുകൾക്കെല്ലാം ഇവരുടെ പിൻബലമുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളും നേരത്തെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. അങ്ങനെയെങ്കിൽ എന്താണ് അവർക്ക് ഈ തട്ടിപ്പിലുള്ള പങ്ക്? ബിജു രാധാകൃഷ്ണനുമായി എന്ത് ബന്ധമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായും അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണം വരും. കാരണം ഹൈക്കോടതിയിലെ അഭിഭാഷകയായ നിഷ പീറ്ററാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉടമ. അവരുടെ പേരിലാണ് കൊച്ചി കോർപ്പറേഷനിൽ ഈ NHF എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർ തന്നെ നമ്മോട് ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ബിജു രാധാകൃഷ്ണൻ തൻ്റെ സ്ഥാപനത്തിലെ കേവലം ഒരു ജീവനക്കാരൻ മാത്രമാണ്. മറ്റ് ഇടപാടുകളൊക്കെ നടത്തുന്നത് താനാണ്, അല്ലെങ്കിൽ തൻ്റെ പേരിലാണ്. തൻ്റെ സ്ഥാപനം ഒരു ലീഗൽ കൺസൾട്ടൻസി എന്ന രീതിയിലാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ഒരാൾക്കും ഒരു ഉപദേശം നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ സഹായം ചെയ്യുന്ന സ്ഥാപനമല്ല, മറിച്ച് ആളുകൾക്ക് ഈ CSR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, പ്രോജക്റ്റ് ഫയലിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ അത് ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ചൂണ്ട മാത്രമാണ്. കാരണം ഈ സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്ക് പലതരത്തിലുള്ള ഈ ഫയലുകൾ അനിവാര്യമായി വരും, അല്ലെങ്കിൽ പലതരത്തിലുള്ള രേഖകൾ അനിവാര്യമായി വരും. ഇത്തരം രേഖകൾ തരപ്പെടുത്തി നൽകാമെന്ന ചൂണ്ടയാണ് ഈ പുറത്തേക്ക് അവർ എറിയുന്നത്. ഇതിൽ കൊത്തിയാണ് ഈ സന്നദ്ധ
സംഘടനകളുടെയും അല്ലെങ്കിൽ ട്രസ്റ്റുകളുടെയും ഒക്കെ ഭാരവാഹികൾ ഇവിടേക്ക് എത്തുകയും അവരെ അപ്പോൾ വലിയ ഒരു ചൂണ്ട എറിഞ്ഞു നൽകുന്നു. കാരണം നിങ്ങൾ ഈ ചെറിയ രീതിയിലൊന്നും പ്രവർത്തനം നടത്തി 1 കോടിയുടെ 2 കോടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി പ്രവർത്തിക്കേണ്ടവരല്ല, മറിച്ച് 1000 കോടിയും 1500 കോടിയും 3000 കോടി രൂപയുടെയും ഒക്കെ വമ്പൻ പദ്ധതികൾ നിങ്ങൾ നടത്തണം. 3000 കോടി രൂപയുടെ ഒരു പദ്ധതി നടപ്പിലാക്കാനായാൽ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ കോളേജോ എഞ്ചിനീയറിംഗ് കോളേജോ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പണം നിങ്ങൾക്ക് കൈവശപ്പെടുത്താം. 1500 കോടിയിൽ താഴെ മാത്രം ചെലവഴിച്ചാൽ മതി. അതിൽ ഈ സർക്കാർ തലത്തിലെ ആളുകൾക്കുള്ള കൈക്കൂലി ഒഴിവാക്കിയാൽ വലിയ പൈസ നിങ്ങളുടെ കയ്യിൽ തന്നെ അവശേഷിക്കും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ കേട്ടിരുന്നു. അയാൾ ഇത്തരം വാഗ്ദാനങ്ങളിൽ നമ്മളെ തന്നെ വീഴ്ത്താൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇത്തരം വലിയ പണം വാഗ്ദാനം ചെയ്ത് നടത്തുന്ന ഇടപാടുകളാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു കൂട്ടാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് നിഷ പീറ്ററാണ്. അവർ തന്നെ പറയുന്നത് അവരുടെ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് ബിജു രാധാകൃഷ്ണൻ എന്നാണ്. ഒപ്പം ഈ സ്ഥാപനത്തിലെ ആളുകൾ എത്തുമ്പോൾ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ പുതിയ ആളുകളെ ഇവിടേക്ക് എത്തിക്കുക എന്നതാണ്. ആലപ്പുഴയിലെ സൈബർ പോലീസിൽ നിന്നും വിരമിച്ച വേണുഗോപാൽ എന്ന പോലീസ് ഉദ്യോഗസ്ഥനുള്ളത്. എപ്പോഴും അദ്ദേഹം അവിടെ ഓഫീസിലുണ്ടായിരിക്കും. അദ്ദേഹമാണ് ഇത്തരത്തിലെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ പലതും ചെയ്യുന്നത്. ഒപ്പം ബെർലിൻ എന്ന മറ്റൊരാളാണ് ഇയാളുടെ മാനേജർ. ഈ മലപ്പുറത്തെ കോളേജിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പോലും കൂടെ ഉണ്ടാവുക ബെർലിനാണ്. ബെർലിനും വലിയ തോതിൽ ആളുകളുമായി ആശയവിനിമയം നടത്തുകയും പണത്തിൻ്റെ ഇടപാടുകളെക്കുറിച്ചാണ് ഇയാൾ കൂടുതൽ പറയുകയും ചെയ്യുന്നത്. ഒപ്പം ഈ ആളുകൾ പരാതിയുമായി രംഗത്ത് വരാൻ നിൽക്കുകയാണ് അല്ലെങ്കിൽ പണം ലഭിക്കാതെ വന്നതോടുകൂടി ഓഫീസിലെത്തി ഇതൊക്കെ ചോദിച്ചാൽ അവിടെ ഇടപെടുന്നത് ബെർലിനാണ്. ഭീഷണി മുഴക്കാനും കൊട്ടേഷൻ സംഘങ്ങളുമൊക്കെ വിനിയോഗിച്ച് ആളുകളെ അടിച്ചമർത്താനുള്ള നീക്കം ബെർലിനാണ്. ഒപ്പം നിരവധി ജീവനക്കാർ കൊച്ചിയിലെ പല ഓഫീസുകളിലായുണ്ട്. ഒപ്പം തമിഴ്നാട്ടിലെ കേന്ദ്രീകരിച്ച് ചില ആളുകൾ അവരുടെ വിവരങ്ങളുമൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അവർ വഴിയാണ് മറ്റുള്ള ആളുകളിലേക്ക് എത്തിപ്പെട്ടത്. ആദ്യം ചെന്നൈയിൽ ഓഫീസ് നടക്കുന്നു. ചെന്നൈയിലൊക്കെയുള്ള ഓഫീസിലെ ജീവനക്കാരടക്കമുള്ളവരെ നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. എന്തായാലും അവർക്കൊക്കെ ദുരൂഹമായൊരു സ്ഥാപനം എന്ന രീതിയിൽ മാത്രമാണ് ഈ സ്ഥാപനത്തെ കാണാൻ കഴിയുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന മുൻ ജീവനക്കാരെ നമ്മൾ കണ്ടിരുന്നു. അവരൊക്കെ പലരും ഈ ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പ് കേസിലെ പ്രതിയാണ്. ബിജു ജോർജ് എന്ന പേരിൽ ഈ പുതിയ സ്ഥാപനവുമായി മുന്നോട്ട് പോകുന്നതെന്ന് അറിയാത്തവരായിരുന്നു. പക്ഷേ നിഷ പീറ്റർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ബിജു രാധാകൃഷ്ണനാണ് ഈ ബിജു ജോർജ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് അവർ പറയുകയും ചെയ്തിരുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് 18 വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണന്റെ CSR ഫണ്ട് തട്ടിപ്പിൽ സമഗ്ര അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം. ഇടവേള കഴിഞ്ഞു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനും കർക്കശക്കാരനായ ഭരണാധികാരിയും ജനകീയനായ നേതാവുമായിരുന്ന അജിത് പവാർ ഇനി ഓർമ്മ മാത്രം. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2026 ജനുവരി 28 ബാരാമതിയിൽ വെച്ചുണ്ടായ ദാരുണമായ വിമാന അപകടത്തിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി 8ാം തവണയും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അജിത് പവാറിന്റെ വിയോഗം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വിവാദങ്ങളും വികസനവും ഒരുപോലെ കൊണ്ടു നടന്ന അദ്ദേഹം ദാദ എന്ന വിളിപ്പേരിൽ ജനങ്ങൾക്കിടയിൽ എന്നും സജീവമായിരുന്നു. മഹാരാഷ്ട്രയുടെ വികസന ചരിത്രത്തിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ അജിത് പവാറിന്റെ ജീവിതത്തിലേക്കും രാഷ്ട്രീയ വഴികളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. 1959 ജൂലൈ 22 അഹമ്മദ്നഗർ ജില്ലയിലെ ദിയോലാലി പ്രവരയിലാണ് അജിത് അനന്തറാവു പവാർ ജനിച്ചത്. പ്രശസ്തനായ ശരത് പവാറിന്റെ ജ്യേഷ്ഠൻ അനന്തറാവു പവാറിന്റെയും ആശാതായ് പവാറിന്റെയും മകനായിരുന്നു അദ്ദേഹം. പിതാവിന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് കുടുംബത്തെ സഹായിക്കാനായി കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അജിത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിന്റെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറയിട്ടു. തന്റെ പിതൃ സഹോദരനായ ശരത് പവാറിന്റെ പാത പിന്തുടർന്ന് 1982 സഹകരണ മേഖലയിലൂടെയാണ് അജിത് പവാർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു സഹകരണ പഞ്ചസാര ഫാക്ടറിയുടെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു തുടക്കം. പിന്നീട് 1991 പൂനെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ പദവിയിൽ 16 വർഷത്തോളം തുടർന്നു. സഹകരണ മേഖലയിലെ ഈ നീണ്ട അനുഭവ സമ്പത്താണ് മഹാരാഷ്ട്രയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം നൽകിയത്. 1991 ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് അജിത് പവാർ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചു. എന്നാൽ നരസിംഹറാവു മന്ത്രിസഭയിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന ശരത് പവാറിന് മത്സരിക്കാനായി അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുകയായിരുന്നു.
തുടർന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 7 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1991 മുതൽ തുടർച്ചയായി 1995, 99, 2004, 2009, 2014 വർഷങ്ങളിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് അദ്ദേഹം വിജയിച്ചത്. സുധാകർ റാവു നായിക്, ശരത് പവാർ, സുശീൽ കുമാർ ഷിൻഡെ, വിലാസ് റാവു ദേശ്മുഖ്, അശോക് ചവാൻ, പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫട്നാവിസ്, ഉദ്ധവ് താക്കറെ, ഏക്നാഥ് ഷിൻഡെ എന്നിങ്ങനെ വ്യത്യസ്ത മുഖ്യമന്ത്രിമാർക്ക് കീഴിൽ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അജിത് പവാർ ഭരണതലത്തിൽ തന്റെ കാര്യക്ഷമത തെളിയിച്ചു. ജലസേചനം, ഗ്രാമവികസനം, ഊർജം, ധനകാര്യം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്ത അദ്ദേഹം തീരുമാനങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നതിൽ പേരുകേട്ട വ്യക്തിയായിരുന്നു. അജിത് പവാറിന്റെ രാഷ്ട്രീയ ജീവിതം എന്നും അപ്രതീക്ഷിത നീക്കങ്ങൾ നിറഞ്ഞതായിരുന്നു. 2019 നവംബറിൽ BJPയുമായി ചേർന്ന് അദ്ദേഹം നടത്തിയ നീക്കം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തെങ്കിൽ സ്പോട്ട് ലൈവ് തുടരുന്നു. പാലക്കാട് വിദ്യാർത്ഥിനികളെ ലൈംഗികമായി ഉപദ്രവിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്ത മുൻ കായിക അധ്യാപകനെതിരെ കൂടുതൽ പരാതികൾ. വടക്കാഞ്ചേരി വടക്കേക്കര സ്വദേശിയായ എബിയെ കഴിഞ്ഞ ദിവസമാണ് കസബ പോലീസ് അറസ്റ്റ് ചെയ്തത്. പാലക്കാട് നഗരത്തിലെ ഒരു സ്വകാര്യ സ്കൂളിൽ താൽക്കാലിക കായിക അധ്യാപകനായിരുന്നു എബി. 11 വയസ്സുള്ള വിദ്യാർത്ഥിനിയോട് ലൈംഗിക അതിക്രമം നടത്തിയതിനായിരുന്നു അറസ്റ്റ്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്ന വിവരങ്ങളുമായി. ആജ്ഞ, കഴിഞ്ഞ ദിവസം, അതായത് ഒരു 2 ആഴ്ച മുൻപാണ് പാലക്കാട് മലമ്പുഴയിൽ സമാനമായ രീതിയിലൊരു പരാതി വരുന്നു. അധ്യാപകൻ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചെന്ന പരാതി. തൊട്ടു പിന്നാലെ ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്നും സമാനമായ രീതിയിലുള്ളൊരു പരാതി. അധ്യാപകനെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിന് പിന്നാലെയാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ പേർ ഇയാളുടെ ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടെന്നാണ് വിവരം. കുട്ടികളെയൊക്കെ കൗൺസിലിംഗ് ചെയ്യാനുള്ള നീക്കം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ നടപടികൾ എങ്ങനെയാണ്? ഇയാളെ ഈ റിമാൻഡിലാണ്, കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാനുള്ള നീക്കം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കായിക അധ്യാപകൻ 11 വയസ്സുള്ള കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ള പരാതി വരുന്നതും അതുമായി ബന്ധപ്പെട്ട ഈ എബി എന്ന് പറയുന്ന കായിക അധ്യാപകനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അധ്യാപകൻ ഇപ്പോൾ റിമാൻഡിലാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ വേണ്ടിവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കാരണം കൂടുതൽ കുട്ടികളുടെ പാരൻസ്, രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കായിക അധ്യാപകൻ ഈ ട്രെയിനിങ്ങിന് സമയത്തും ഈ കായിക പരിശീലനത്തിന്റെ സമയത്തും ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ കുഞ്ഞുങ്ങളോട് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കൂടുതൽ വ്യക്തമായി വരുന്നത്. എന്തായാലും നടപടികൾ, അതായത് ഈ കൂടുതൽ കുട്ടികളുടെ പരാതികൾ വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ കൂടുതൽ നടപടികളുമായി പോലീസിന് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എബിയെ കൂടുതൽ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കേണ്ടുന്ന സാഹചര്യം കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതുപോലെ സമാനമായ ഒരു സംഭവമാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നേ പാലക്കാട് തന്നെ മലമ്പുഴയിൽ അനിൽ എന്ന് പറയുന്ന അധ്യാപകൻ, അത് ആൺകുട്ടികളെയാണ്, നിരവധി കുട്ടികളെ പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും സ്കൂൾ മാനേജ്മെന്റ് അതിന് നിസ്സംഗമായി അത് പരാതി ലഭിച്ചിട്ടും അത്തരം പരാതികളോട് പ്രതികരിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ഇടപെടേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എഇഒ അതുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളൊക്കെ ചോദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത് അങ്ങനെയാണ്. എന്തായാലും സമാനമായ എന്ന് പറയുമ്പോൾ തന്നെ ഈ കുട്ടികൾ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, സ്കൂളുകളിൽ അവരുടെ ഇത്തരം കാര്യങ്ങളിൽ അവർ നിരന്തരം ഇത്തരം പീഡനങ്ങൾക്ക് ഇടയാകേണ്ടി വരുന്നു, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെ അനാരോഗ്യകരമായ വസ്തുതയാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും പാലക്കാട് ഇപ്പോൾ അടിക്കടി 2 കേസുകളാണ് വന്നിട്ടുള്ളത്, അതും അധ്യാപകരുടെ ഭാഗത്തുനിന്നും. പ്രത്യേകിച്ച് നമ്മൾ ഈ കുട്ടികളെ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഒക്കെ പഠിപ്പിക്കേണ്ടുന്ന, അതല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കുട്ടികൾക്കുണ്ടാകുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടുന്ന ആളുകൾ, ഉത്തരവാദിത്വമുള്ള ആളുകളാണ് അധ്യാപകർ. ആ ഒരു സാഹചര്യത്തിൽ അവർ തന്നെ ഇവയിൽ തന്നെ വിളവുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് അഭിലഷണീയമായ ഒരു സാഹചര്യമല്ല ഉണ്ടാക്കുന്നത് എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും മുൻപും കായികാധ്യാപകർക്കെതിരെ പരാതി വന്നിട്ടുള്ള സംഭവങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ കായിക പരിശീലനം നടത്തുന്നതിന്റെ ഭാഗമായിട്ടുമുള്ള ഇത്തരം ഇടപെടലുകൾ അത് കൂടുതൽ ലൈംഗികതയിലേക്ക് കടക്കുന്നു. അതും പ്രായപൂർത്തിയാകാത്ത കുഞ്ഞുമക്കൾക്ക് വളർച്ചയുടെ ഘട്ടത്തിൽ, അവരുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടത്തിലൊക്കെ ഇത് മോശമായി ബാധിക്കും, അല്ലെങ്കിൽ ബാഡ്ലി എഫക്റ്റഡ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് വേണം പറയാൻ. അതും
മുൻപുണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെ സ്കൂൾ അധികൃതർ എത്തരത്തിൽ പ്രതികരിച്ചു എന്നുള്ള കാര്യം നമ്മൾ കണ്ടതാണ്. അത്തരം ഇടപെടലുകൾ പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യവും സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഇത്തരം അധ്യാപകർക്ക് ഇത് ലൈംഗിക വൈകൃതമായിരിക്കാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നമായിരിക്കാം, ഇതിനൊക്കെ അവർക്ക് കൗൺസിലിംഗ് നൽകാതെ അല്ലെങ്കിൽ അവരെ ഈ ഒരു ജോലിയിൽ നിന്ന് മാറ്റി നിർത്താതെയോ മുന്നോട്ടുള്ള സ്കൂൾ അധികൃതരുടെ ഈ നീക്കവും തീർച്ചയായും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു അധ്യാപകൻ താൽക്കാലിക അധ്യാപകനാണ്. ഇയാളുടെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഞാൻ പരിശോധിച്ചപ്പോഴാണ് പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ മേഖലയിലടക്കം പ്രവർത്തിക്കുന്ന, അതോടൊപ്പം മറ്റ് മതസാമുദായിക സംഘടനകളടക്കം പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എബി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്ക് നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ട ഒരു അധ്യാപകൻ, ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് എങ്ങനെ ലൈംഗിക ചൂഷണത്തിൽ നിന്നും ഇരകളാകാതിരിക്കാം, അതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കാം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു അധ്യാപകൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പെൺകുട്ടിക്ക്, ഒരു 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായത്. ഒരാളെ അല്ല, ഒരു വിദ്യാർത്ഥിയല്ല, നിരവധി പേരെ ഇയാൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളുണ്ട്, പരാതികളുണ്ട്. സ്വാഭാവികമായും കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ ഇതിൻ്റെ വിവരങ്ങൾ പുറത്തു വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുമെന്ന് തന്നെ ആണ് പോലീസിൻ്റെ ഒരു നിഗമനം. നിലവിൽ ഈ അധ്യാപകനെ എബിയെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട്. ആജ്ഞ എങ്ങനെയാണ് ഈ സ്കൂളിൻ്റെ ഭാഗത്താണ് നിരവധി പെൺകുട്ടികൾ ഇരകളായിട്ടുണ്ടല്ലോ, ലൈംഗിക ചൂഷണത്തിന് ഇരകളായിട്ടുണ്ടല്ലോ, അവരെ കണ്ടെത്തിയേ മതിയാവൂ. കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും അവരെ മോചിപ്പിക്കണമെങ്കിൽ വിശദമായ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് തന്നെ ആവശ്യമാണ്. CWCയുടെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ടോ? ഈ കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? പ്രതിയായിട്ടുള്ള അധ്യാപകന്റെ ഫോൺ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ മറ്റൊരു കുട്ടി കൂടി കൗൺസിലിങ്ങിനിടയിലാണ് ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ കുട്ടികളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. അത് കൂടുതൽ കുട്ടികളുമായി അധ്യാപകർ സംസാരിക്കുന്നുണ്ട്. CWC വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടുന്ന സാഹചര്യമുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. എന്തായാലും അധ്യാപകനെ കസ്ബ പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കസ്റ്റഡിയിൽ റിമാൻഡിലാണ് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കൂടുതൽ പരാതികൾ വന്നിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ അധ്യാപകനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടുന്ന സാഹചര്യമുണ്ടായി. മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ 11 വയസ്സുകാരി സ്കൂൾ അധികൃതരെ പരാതി നൽകിയിരിക്കുന്നു. സ്കൂൾ കൗൺസിലിങ്ങിനിടെ തന്നെയാണ് വിദ്യാർത്ഥി ഇത്തരത്തിലൊരു പരാതി ഉന്നയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ, അതായത് ഈ അധ്യാപകൻ പരിശീലിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ കൂടുതൽ കൗൺസിലിംഗ് നൽകുകയും അവരുമായി കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ ഇനിയും കുട്ടികൾ ഇത്തരത്തിൽ ഇയാളുടെ ലൈംഗിക വൈകൃതത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യവും പോലീസിന് അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അധ്യാപകന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ആക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഫോൺ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ അധ്യാപകൻ, അതായത് എബി എന്ന് പറയുന്ന അധ്യാപകൻ റിമാൻഡിലാണ് നിലവിലുള്ളത്. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകും. എന്നിരുന്നാലും നേരത്തെ, അതായത് മലമ്പുഴ സ്കൂളിലും കൂടുതൽ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ പരാതികൾ വരുന്നത് ഒരു അവസ്ഥയുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ കൗൺസിലിംഗിനിടെ തന്നെ മറ്റൊരു കുട്ടിയും ഇത്തരം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു. കൂടുതൽ കുട്ടികൾ പരാതിയുമായി രംഗത്തേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയും കൂടുതൽ കുട്ടികൾക്ക് ഇത്തരം ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഘട്ടത്തിലേക്ക് തന്നെയാണ് പോലീസും CWC വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് ലോഡ്ജ് മുറിയിൽ യുവാവിനെ ആക്രമിച്ച് പണം തട്ടിയെടുത്തതായി പരാതി. കച്ചവട ആവശ്യത്തിനായി കാഞ്ഞങ്ങാടെത്തിയ മലപ്പുറം സ്വദേശി സമീറുദ്ദീനെയാണ് ആക്രമിച്ച് പണവും രേഖകളും തട്ടിയെടുത്തത്. 22,000 രൂപയും തിരിച്ചറിയൽ കാർഡും വാഹനത്തിന്റെ രേഖകളും കവർന്നെന്നാണ് പരാതി. ഒരാളത്ത് കമ്പിയുണ്ട്, അവര് എന്തൊക്കെ എന്നെ ചെയ്തു ഒരു പറയാൻ കഴിയില്ല. ആ ജാതി ചെയ്തത് 22,000 റുപ്യുണ്ട്. പിന്നെ അതിന്റെ പുറമെ മേശം എന്റെ വണ്ടിയുടെ ചാവി ഉണ്ടായിരുന്നു. ഇതും യവന്മാരെടുത്തു. അപ്പൊ എനിക്ക് മനസ്സിലായി യവന്മാർ എന്നെ വിടൂല, കൊല്ലുന്നു. സംഭവത്തിൽ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കി. അജാനൂർ സ്വദേശി ജിഷ്ണു ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് കേസെടുത്തത്. KV ബൈജു ചേരുന്നു കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. ബൈജു, ഒരു കച്ചവട ആവശ്യത്തിനായി എത്തിയ യുവാവിനെയാണ്
ലോഡ്ജ് മുറിയിൽ വെച്ച് ആക്രമിച്ച് പണം തട്ടിയെടുത്തത്. ഇതെന്നായിരുന്നു സംഭവം? ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഇതിനു മുൻപ് സമാനമായ രീതിയിൽ ആരെയെങ്കിലും ഇവർ ഇതേ രീതിയിൽ ആക്രമിച്ച് പണം തട്ടിയെടുത്തിട്ടുണ്ടോ? ചൊവ്വാഴ്ചയാണ് ഈ സംഭവം നടന്നത്. അതായത് മലപ്പുറം സ്വദേശി ഷമറുദ്ദീൻ എന്ന് പറയുന്നയാൾ കച്ചവട ആവശ്യത്തിനാണ്. അത് പല ജില്ലകളിലും ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ എത്തിയതാണ്. നോർത്ത് കോട്ടച്ചേരിയിലെ ഒരു ലോഡ്ജിൽ മുറിയെടുക്കുകയും പിന്നീട് അതിന് തൊട്ട് എതിർവശമുള്ള ഒരു ബാറിൽ മദ്യപിക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഈ അജാനൂർ വെള്ളിക്കോത്ത് സ്വദേശിയായ ജിഷ്ണു ഇയാളെ പരിചയം നടക്കുകയും ഇയാളുടെ ഫോൺ ഒരു കോൾ വിളിക്കാൻ എന്ന് പറഞ്ഞ് വാങ്ങുകയും പിന്നീട് പരിചയം നടക്കുകയും ചെയ്ത് മറ്റൊരു ബാറിലേക്ക്, അതായത് അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള മറ്റൊരു ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് ഈ ജിഷ്ണു അതോടൊപ്പം ജിഷ്ണുവിന്റെ കൂട്ടാളികളായ മറ്റ് 3 പേർ, ഇവർ 4 പേർ ചേർന്ന് ഇയാളെ ഉപദ്രവിക്കുന്നത്. ഉപദ്രവിച്ചതിന് ശേഷം ഇയാളെ അവിടെ നിന്നും ഇയാളുടെ മുറിയിലേക്ക്, ലോഡ്ജിലേക്ക് ഇയാളെ ബലമായി കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നിന്നും ഇദ്ദേഹത്തിന്റെ പണം 22,000 രൂപ പണം, അതോടൊപ്പം ചില രേഖകൾ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അതോടുകൂടി ഇയാളുടെ വാഹനത്തിന്റെ താക്കോലും ഇവർ എടുത്തു. അതാണ് എഫ്ഐആറിൽ പറയുന്നത്. അങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു, ഇരുമ്പ് വടി കൊണ്ടും മറ്റും മർദ്ദിച്ചു എന്നാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്ന ഇയാളെ കാഞ്ഞങ്ങാട് തന്നെയുള്ള ചില ആളുകൾ, തദ്ദേശീയരായ ആളുകൾ ചേർന്നാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നതും പരാതി നൽകുന്നത്. ഇന്നലെയാണ് ഇവരുടെ പരാതി എഫ്ഐആർ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ട് പോലീസ്. ഈ ജിഷ്ണു അതോടൊപ്പം കണ്ടാൽ അറിയാവുന്ന 3 പേർ, ഇങ്ങനെ 4 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതിൽ പോലീസ് ഇതിൽ പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സംഘം ഈ ബാറുകൾ കേന്ദ്രീകരിച്ച് ഉണ്ട് എന്ന് തന്നെയാണ്. അതായത് മറ്റ് ജില്ലകളിൽ നിന്ന് ഉള്ളവരെ തേടിപ്പിടിച്ച് ഇങ്ങനെ പണം തട്ടിയെടുക്കുക, അങ്ങനെയുള്ളൊരു സംഘം. അത് സ്വാഭാവികമായും ഇങ്ങനെ വരുന്നവർ പരാതി നൽകാൻ തയ്യാറാകാത്ത, അല്ലെങ്കിൽ പരാതി നൽകാതെ പോകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിന് വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു സാഹചര്യത്തിൽ ഇടയാക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഈ സംഭവത്തിൽ തദ്ദേശീയരായ യുവാക്കൾ ഇടപെടുകയും ഇദ്ദേഹത്തിന് സഹായമായി എത്തുകയും പിന്നീട് ഓസ്തൂർ പോലീസിൽ പരാതി നൽകുന്ന സാഹചര്യമാണ്. ഇന്നലെയാണ് ഓസ്തൂർ പോലീസിനെ സംബന്ധിച്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ പ്രതികളെല്ലാം ഒളിവിലാണ്, ജിഷ്ണു ഉൾപ്പെടെ. ഈ ജിഷ്ണു നേരത്തെയും പല കേസുകളിൽ പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ ഈ ബാറുകളിൽ എത്തുന്ന അല്ലെങ്കിൽ ലോഡ്ജുകളിൽ താമസിക്കുന്ന ആളുകളിൽ നിന്നും ഇത്തരം തട്ടിപ്പെടുത്തുകയും അതോടൊപ്പം ആക്രമിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങൾ ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസ് ഇത് വളരെ ഗൗരവമായി തന്നെ എത്തിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, നമുക്ക് മറ്റ് പല ആവശ്യങ്ങൾക്കും മറ്റ് ജില്ലകളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പരാതി നൽകാനോ ആ കേസിന് പിറകെ നടക്കാനോ ആരും തയ്യാറാവാത്ത സാഹചര്യമുണ്ട്. അത് മുതലെടുത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ടാണ് പോലീസ് ഇതിൽ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുള്ളത്. ഏതായാലും പോലീസ് ഈ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ജിഷ്ണു ഉൾപ്പെടെ 4 പേർ. പശ്ചാത്തലമുള്ള വ്യക്തിയാണ് വിഷ്ണുവും അതോടൊപ്പം മറ്റു കൂട്ടാളികളുമെന്ന കൃത്യമായ വിവരം പോലീസ് നൽകുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെ ആളുകളെ കബളിപ്പിച്ച് പണം തട്ടുന്നതാണോ ഇവരുടെ രീതി? എങ്ങനെയാണ് ഈ പരാതിക്കാരനിലേക്ക് ഇവരെത്തുന്നത്? എങ്ങനെയാണ് അവർ ആ ലോഡ്ജ് മുറിയിലേക്ക് എത്തുന്നത്? അവരുമായിട്ടുള്ള, അതായത് ജിഷ്ണുവും സംഘവുമായിട്ടുള്ള എന്തെങ്കിലും ഇടപാടിൻ്റെ ഭാഗമായിട്ടാണോ ഈ പരാതിക്കാരൻ ലോഡ്ജിലെത്തിയത്? ജിഷ്ണുമായി ഏതെങ്കിലും തരത്തിൽ പരിചയമൊന്നും ഇവർക്കില്ല. ഈ കാഞ്ഞങ്ങാട്ടെ ബാറിൽ വെച്ച് ഇവർ പരിചയപ്പെടുന്നു. മറ്റൊരു 3 അംഗ സംഘം വന്ന് ഈ മലപ്പുറം സ്വദേശിയെ ഉപദ്രവിക്കുന്നു. അങ്ങനെ ജിഷ്ണു സഹായിക്കാമെന്ന് പറഞ്ഞാണ് ഇയാളോടൊപ്പം കൂടുന്നത്, വിശ്വസ്തനായി കൂടുന്നു. അങ്ങനെ മറ്റൊരു ബാറിൽ പോയി മദ്യപിക്കാമെന്ന് പറഞ്ഞാണ് അലാമിപ്പള്ളിയിലുള്ള ഒരു ബാറിൽ പോകുന്നത്. അവിടെയും ഇതേ 3 അംഗ സംഘം. പിന്നീടാണ് ഈ ഷമറുദ്ദീന് ഇത്തരത്തിലുള്ള സംശയം തോന്നിയത്. ഇത് ഇയാളുടെ കൂട്ടാളികൾ തന്നെയാണ്, ഇവർ തന്നെ ചതിക്കുകയാണ് എന്നൊരു സംശയം വന്നത്. പിന്നീടാണ് ഈ ലോഡ്ജിലേക്ക് പോകുന്നത്. ലോഡ്ജിൽ പോയപ്പോൾ അതിന് പിറകെ തന്നെ അവരെത്തുകയും ലോഡ്ജിൽ നിന്നാണ് ക്രൂരമായി ഇരുമ്പ് വടി കൊണ്ടും മറ്റും മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അത് തന്നെയാണ് ഇയാളുടെ പരാതിയിലും പറയുന്നത്. അങ്ങനെ അവിടെ നിന്നും ഈ പണം, പേഴ്സ് ഉൾപ്പെടെ കവർ ചെയ്യുന്നു. അതോടൊപ്പം ഇയാളുടെ മറ്റ് രേഖകൾ, താക്കോലൊക്കെ എടുക്കുന്നു. ഏതായാലും ഈ ജിഷ്ണു ആദ്യം തനിച്ചാണ് ഇയാളുടെ അടുത്ത് വരുന്നതും പരിചയം നടിക്കുന്നതും. പക്ഷേ
ജിഷ്ണുവിന്റെ കൂടെ ഒരു ഗ്യാങ് കൃത്യമായി ഉണ്ടായിരുന്നു. ആ ഗ്യാങ് ആണ് പിന്നീട് എത്തുകയും ഉപദ്രവിക്കുന്ന രീതിയിൽ മാറുകയും ജിഷ്ണു സഹായിക്കാൻ എന്ന വ്യാജേന ഈ എന്നെ ആക്രമിക്കാൻ വന്ന ആളുകളെ സഹായിക്കാൻ എന്ന വ്യാജേനയാണ് ജിഷ്ണു ഇയാളൊപ്പം കൂടുന്നത്. പക്ഷേ ജിഷ്ണുവും ഇവരെല്ലാം ഒരേ കൂട്ടാളികൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. അത് മാത്രമല്ല, ടോം പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങനെ ഇവരുടെ ഈ ഒരു തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അക്രമത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് വിശ്വസിക്കുന്നത്. കാരണം ബാറുകൾ കേന്ദ്രീകരിച്ച് മദ്യപിക്കാൻ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവരൊക്കെ എത്തുമ്പോൾ അവർ ഇത് പരാതി നൽകാനൊന്നും തയ്യാറാത്ത സാഹചര്യം ഉണ്ടാവും. ഇയാളെ കൊല്ലാൻ ശ്രമിക്കുന്നു, അതായത് കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇയാൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ അത് കണ്ടാണ് തദ്ദേശീയ ആളുകൾ ഇയാളെ സഹായിക്കാൻ എത്തുന്നതും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നതും പരാതിയായി വരുന്നതും. ഏതായാലും ഇത് വലിയ ഒരു സംഘം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് ഹോസ്റ്റൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ പ്രതിയെ പിടികൂടാനുണ്ട്, ജിഷ്ണു എന്ന് പറയുന്ന പ്രതിയെ പിടികൂടാനുണ്ട്. ഇയാളൊപ്പമുള്ളത് ആരാണെന്നുള്ളത് തിരിച്ചറിയാറുണ്ട്. ബൈജു, അതോ ഇവർ സംസ്ഥാനം വിട്ടിരിക്കാനുള്ള സാധ്യത ഉണ്ടോ? എന്താണ് പോലീസിന്റെ ഒരു നിഗമനം? എന്താണ്? ടോമെ, ഈ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെയാണ് ഇവരെ നോക്കുന്നത്. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്താൻ അന്വേഷണം ഇവർ നാട്ടിൽ തന്നെയുണ്ട്, ജില്ലയിൽ തന്നെ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഉടൻ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ജിഷ്ണു, ഈ ജിഷ്ണുവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നത്. ഇയാളുടെ വീട്ടിൽ പോലീസിന് ഇന്നും അതുപോലെ തന്നെ ഇന്നലെയും പോയെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ ഒളിവിലാണ്, പക്ഷേ അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടാവും. ഇവിടെ നിന്നും ജില്ല വിട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഇയാൾക്കെതിരെ മറ്റ് കൂടുതൽ പരാതികൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ പരാതികൾ ഏതൊക്കെയാണ്? അത്തരം സംഭവങ്ങൾ പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. ഈ സംഘത്തിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. ഇവർ തന്നെ ആരെങ്കിലും ഒരാളെ ആക്രമിക്കും, അതിൽ ഒരാൾ സഹായിക്കാൻ എന്ന വ്യാജനെ ഒപ്പം കൂടും. പിന്നീട് ഇവരെല്ലാം ഒന്നിച്ചു ചേർന്ന് അവരെ ആക്രമിച്ച് പണം തട്ടുന്ന ഒരു രീതി, അതാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഏതായാലും തദ്ദേശീയരായ ആളുകൾ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് ഈ ഒരു സംഭവം പുറത്തറിയുന്നതും ഇങ്ങനെ വലിയ തോതിലുള്ള അക്രമം ബാറുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്ന വിവരം പുറത്തു വരുന്നതും. ഏതായാലും പോലീസ് അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവമായി വിഷയം എടുത്തിട്ടുള്ളത്. ഏതായാലും ഇയാളെ ഉടൻ പിടികൂടാനാകും തന്നെയാണ് പറയുന്നത്. ഇയാൾ കാസർഗോഡ് ജില്ലയിൽ തന്നെയുണ്ട്. ഇയാളുടെ മൊബൈൽ ടവർ ലൊക്കേഷനൊക്കെ അന്വേഷിച്ച് അതോടൊപ്പം വീട്ടിലൊക്കെ പോയതിന്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്ക് ഇയാൾ വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഇയാൾ ഇവിടെ തന്നെ ഉണ്ട്, കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും ജാമ്യമില്ലാ വകുപ്പാണ് ഈ 4 പേർക്കെതിരെയും, ജിഷ്ണു ഉൾപ്പെടെ 4 പേർക്കെതിരെയും ചുമത്തിയിട്ടുള്ളത്. ഉടൻ തന്നെ പിടികൂടാനാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ രീതി ഇങ്ങനെയാണോ ബൈജു? ആളുകളെ വിളിച്ചു വരുത്തി പണം തട്ടിയെടുക്കുക, ഭീഷണിപ്പെടുത്തുക, മർദ്ദിക്കുക, അങ്ങനെയാണോ ഇവരുടെ രീതി? കാരണം ഇതിനു മുൻപ് ഇവർ സമാനമായ രീതിയിൽ ആളുകളെ കബളിപ്പിച്ചിട്ടുണ്ട്, പണം തട്ടിയെടുത്തെന്ന് പറയുമ്പോൾ പോലീസ് മറ്റ് കേസുകളുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കുന്നുണ്ടോ? ഉണ്ട് ടോം, തീർച്ചയായും. ഇത് ഈ പ്രധാനമായും ഇവരുടെ തട്ടിപ്പിന്റെ കേന്ദ്രം ഈ ഒരു ബാറുകളാണ്. ബാറുകളിൽ ഇവർ കൃത്യമായി മനസ്സിലാക്കും മറ്റ് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ, സാധാരണക്കാരായ ആളുകളായിരിക്കും ഇവർ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നത്. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ മറ്റ് ജില്ലയിൽ നിന്ന് ആളുകളാണോ എന്ന് കൃത്യമായി കണ്ടെത്തും. അത് കണ്ടെത്തിയാൽ ഇയാൾ വിവരം നൽകിയതിനനുസരിച്ച് മറ്റ് ആളുകൾ, ഇയാളുടെ കൂട്ടാളികൾ അവിടെ എത്തും. അവർ കൃത്യമായി ഇവരുടെ ഇതേ ടേബിളിൽ ഇരുന്ന് ചെറിയ തോതിലുള്ള ഇവരുടെ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെ രക്ഷകനായി ഈ ജിഷ്ണുവിനെ പോലുള്ള ആളുകൾ അവിടെ എത്തുകയും വിശ്വസ്ത അവരുടെ നിന്നും നേടുകയും അവരെ പിന്നീട് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഷറഫുദ്ദീനും ഇവരുടെ കെണിയിൽ വീണത്. മറ്റൊരു ബാറിലേക്ക് പോകാം, അവിടെ സൗകര്യമായി മദ്യപിക്കുക, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവിടെ കൊണ്ടുപോകുന്നു. അവിടെയും ഇതേ സംഘം അവിടെ എത്തുന്നു. പിന്നീട് ഇതേ ജിഷ്ണു പറയുന്നു, നമുക്ക് ലോഡ്ജ് മുറിയിലേക്ക് പോകാം, ഞാനും വരാം, അല്ലെങ്കിൽ തങ്ങൾക്ക് അപായം ഉണ്ടാകും ഇവരിൽ നിന്നും എന്ന് പറഞ്ഞാണ് ഈ ജിഷ്ണു പിന്നെയും അവരുടെ കൂടെ കൂടുന്നത്. ഇതേ രീതിയിലാണ് ഇവർ പല ആളുകളെയും ഈ ബാറുകളിൽ നിന്ന് ഇത്തരത്തിൽ കൊണ്ടുപോയിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പരാതി നൽകാത്ത ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് ഈ ബാറിൽ സ്ഥിരമായി വരുന്ന ആളുകൾ അങ്ങനെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല ആൾക്കാർക്കും ഇത്തരം അനുഭവം ഇതേ സംഘത്തിൽ നിന്നുണ്ടായി എന്നാണ്. ഇത് ഒരു സംഘമല്ല, ഒന്നിലേറെ സംഘങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ മാത്രം ഒരു സാഹചര്യമല്ല, ഇത് പല ഇത്തരത്തിലുള്ള ബാറുകളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഈ രീതിയിൽ കവർച്ച നടത്തുക, ആളുകളെ ഭയപ്പെടുത്തുക, മർദ്ദിക്കുക, ഇത് വഴങ്ങിയില്ലെങ്കിൽ മർദ്ദിക്കുക, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഇരുമ്പ് വടി കൊണ്ടാണ് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചത്. അയാൾ വിവരിക്കുന്നത് തന്നെ മനസ്സിലാക്കാം. എന്നാൽ പോലീസ് ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി ഈ പരാതിയിൽ
തഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നലെ FIR ഇടുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഈ ബാറിലും പോയി, അതുപോലെ തന്നെ ഈ നോർത്ത് കോട്ടച്ചേരിയിലുള്ള ലോഡ്ജിലും പോയി കൃത്യമായ പരിശോധന നടത്തി. ആ പരിശോധനയിൽ ഗ്ലാസുകളൊക്കെ അവിടെ തകർന്നിട്ടുണ്ട്, ഗ്ലാസ് അടിച്ചു പൊളിച്ചിട്ടുണ്ട് ഈ ഒരു സംഘം. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷമാണ് പോലീസ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്. ഈ സറഫുദ്ദീൻ ഇപ്പോഴും കാഞ്ഞങ്ങാട്ട് തന്നെയുണ്ട്. അദ്ദേഹം ഇവിടെ തങ്ങുകയാണ്. ഈ പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം അത്രത്തോളം കൊടിയ ഒരു പീഡനമാണ് തനിക്ക് ഏൽക്കേണ്ടി വന്നത്, മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത്. താൻ ജീവനും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അവിടെ നിന്നും പുറത്തേക്ക് അങ്ങനെ ഓടി രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഇയാളെ താഴേക്ക് ഇട്ട് ഒരുപക്ഷെ വലിയ അപകടം ഉണ്ടായേനെ. കൃത്യസമയത്ത് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചു. പക്ഷെ അപ്പോഴേക്കും ഇയാളുടെ പേഴ്സും ഇയാളുടെ തിരിച്ചറിയൽ രേഖകളും അതോടൊപ്പം ഇയാളുടെ ഒരു പുത്തൻ വണ്ടിയുണ്ട്, ആ വണ്ടിയുടെ താക്കോലും ഈ സംഘം കൈവശമാക്കിയിരുന്നു. അത് FIR-ലും ആ സംഭവം കൃത്യമായി പറയുന്നുണ്ട്. താക്കോൽ ഉൾപ്പെടെ ഈ സംഘം കൊണ്ടുപോയി എന്നത്. ഇരുമ്പ് വടി കൊണ്ടാണ് ഇയാളെ മർദ്ദിച്ചത്. ഏതായാലും ഇയാൾ അവിടുന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെന്നാണ് കാസർഗോഡ് നിന്നും വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് ജാമ്യം. ദ്വാരപാലക ശില്പക്കേസിൽ മാത്രമാണ് ശ്രീകുമാർ പ്രതിയായിട്ടുള്ളത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസം ആകുന്നതിന് മുൻപാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം KP ശങ്കർദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. വീൽ ചെയറിലാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയത്. വിവരങ്ങളുമായി S. വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിന് ഒരു കേസിൽ മാത്രമാണ്, ദ്വാരപാലക ശില്പക്കേസിൽ കേസിൽ മാത്രമാണ് നിലവിൽ പ്രതിയായിട്ടുള്ളത്. ആ കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. നിലവിൽ അയാൾക്ക് പുറത്തിറങ്ങാൻ കഴിയും, ഈ കേസുകൾ പുറത്തിറങ്ങാൻ കഴിയും. ഇനി എന്തായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ്റെ തുടർ നീക്കങ്ങളെന്നറിയണം. എന്താണ് ശ്രീകുമാറിൻ്റെ ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയ കാര്യം? തീർച്ചയായും ടോം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന S. ശ്രീകുമാറിനാണ് ഇന്ന് ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റിലായി 43-ാം ദിവസമാണ് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. ദ്വാരപാലക ശില്പക്കേസിൽ ഇയാൾ 6ാം പ്രതിയാണ് S. ശ്രീകുമാർ. അപ്പോൾ ഈ മുരാരി ബാബു മാറിയതിനു ശേഷം തൊട്ടു പിന്നാലെയായിരുന്നു ശ്രീകുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ചുമതലയെടുത്തത്. അപ്പോൾ ദ്വാരപാലക ശില്പപാളികൾ കടത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു S. ശ്രീകുമാർ നിയമനം നടത്തിയതായി കോടതിയിൽ വാദിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് താൻ പ്രവർത്തിച്ചത് എന്നും അതുപോലെ തന്നെ ചില രേഖകളിൽ ഒപ്പിടേണ്ടി വന്നു എന്നും അതുപോലെ തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല, താൻ അറിഞ്ഞിരുന്നില്ല എന്നതൊക്കെയാണ് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. ഇത് നിരീക്ഷിച്ച കോടതി ശ്രീകുമാറിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. നമുക്കറിയാം ഈ കേസിൽ രണ്ടാമതായി ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന വ്യക്തി കൂടിയാണ് ശ്രീകുമാർ. ആദ്യം ജാമ്യം ലഭിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോഴും ജയിലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം ഈ കട്ടളപ്പാളി കേസിൽ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തന്നെയാണ്. പിന്നാലെയാണ് മുരാരി ബാബുവിന് ജാമ്യം അനുവദിച്ചത്. സ്വാഭാവിക ജാമ്യമായിരുന്നു. അറസ്റ്റിലായി 90 ദിവസം പിന്നിട്ടപ്പോൾ സ്വാഭാവിക ജാമ്യം കോടതി നൽകുകയായിരുന്നു. ഈ കേസിലെ മറ്റൊരു പ്രതിയാണ് ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ KP ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗമായിരുന്നു ശങ്കർദാസ്. ഇന്ന് ശങ്കർദാസിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നേരത്തെ തന്നെ കോടതിയിൽ അറിയിച്ചിരുന്നു. അങ്ങനെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്, കനത്ത പോലീസ് സുരക്ഷയിൽ കൊണ്ടുവന്നു. ഇപ്പോൾ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് തുടരുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഈ ശ്രീകുമാറിന് ദ്വാരപാലക കേസ് മാത്രമേ നിലവിലുള്ളൂ കേട്ടോ. വ്യക്തമാണ്. S. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറിന് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഇതോടൊപ്പം കേസിലെ പ്രതിയായിട്ടുള്ള മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സ്പോട്ട്ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.